പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. മഹേഷ് മഹേഷ് എവിടെയായിരുന്നു? എന്തെന്റെ മഹേഷ് കുറെ കാലായില്ലേ നമ്മള് കണ്ടിട്ട്. എന്താ വിശേഷങ്ങളൊക്കെ? കല്യാണക്കായോ? നല്ല വിശേഷങ്ങളാ. അതിനൊക്കെ നല്ല വിശേഷം നിന്നപ്പോ നേരിട്ട് കണ്ടപ്പോ. പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയണ്ടോ? ഒക്കെ മാരേജ് കഴിഞ്ഞു, ഇപ്പൊ ഗൾഫിലാണ്, 2-3 കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കണം. അല്ല എന്താ നീ ഇവിടെ? ഇത് നിന്റെ സ്ഥാപന? ഇത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യണ വത്സം. എന്താ നിന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണു? നമ്മുടെ മറ്റേ ആളിനാണോ നീ കഴിച്ചിരിക്കുന്നത്? കുടുംബജീവിതം എന്ന് പറയാം. എങ്ങനെപ്പോ ഞാൻ എന്നോട് പറയണ്ട വത്സം. അവള് ഈ നേരെ വരെ എന്നോട് മൈൻഡില്ല. പിന്നാലെ നടത്തിട്ട് എത്ര കൊല്ലായിട വത്സം, ഒരു രക്ഷയില്ല. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഇവിടെ വന്നു വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് പോയി അവളെ കാണാൻ പോയി. ഫ്രണ്ടിന് പോയൊക്കെ നിന്നു. മൈൻഡ് ഇതില്ല വത്സ. അതൊക്കെ ശരിയാവും മഹേഷ്. നോക്കണ്ട, അവള് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നല്ല. അല്ല, ഞാൻ കുറെ നാളായി നമ്മുടെ ആളെ ഒന്ന് കണ്ടിട്ട്. എങ്ങനെ പറയുന്നത്, ലേറ്റസ്റ്റ് ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിന്റെ കയ്യിലുണ്ടാവും. ഇത് കാണിച്ചു തരാൻ പറ്റൂടാ? ഞാനൊന്ന് കാണപ്പെടാ. എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കില. എന്ത് വത്സ, ആരും പറയരുതത്ര. ഞാൻ എന്നോട് മാത്രം പറയണുള്ളൂ. നിനക്ക് മാത്രം ഞാൻ കാണിച്ചു തരാം. അടുത്താഴ്ച പോയില്ലേ, ഞാൻ കാണിച്ചു തരാട്ടാ. എന്താണത്? നീ പഴയ പോലെ തന്നെ ഇപ്പോഴും സിനിമാ നടികളെ ഫോട്ടോ വെച്ചിരിക്കുക? എന്റെ വത്സ, നമുക്കൊക്കെ ആര് തരാനാ പെണ്ണിന്റെ വത്സ? ഇതൊക്കെ കണ്ടില്ലേ നീ?